നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, രണ്ട് ഭൂഖണ്ഡങ്ങളിലായി ആയിരക്കണക്കിന് മൈലുകൾ പരന്നുകിടക്കുന്ന അതിവിശാലമായൊരു സാമ്രാജ്യത്തിന്റെ അധിപനാണ് നിങ്ങൾ. അതെ, നിങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലാത്ത, ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമുണ്ട്. ശരിയാ. നിങ്ങളുടെ രാജവംശം കഴിഞ്ഞ 300 വർഷമായി അവിടെ ഭരിക്കുകയാണ്. എന്തിന്, സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഐതിഹാസിക സൈന്യത്തിന് പോലും 1812-ൽ നിങ്ങളുടെ നാടിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ തികച്ചും അജേയമായൊരു രാജ്യം. തീർച്ചയായും. എന്നാൽ വെറും 100 വർഷങ്ങൾക്കിപ്പുറം ഈ വലിയ സാമ്രാജ്യം ഒന്നാകെ തകർന്നടിയുകയാണ്. അതും വലിയൊരു വിദേശ സൈന്യത്തിന്റെ ആക്രമണം കൊണ്ടല്ല കേട്ടോ. മറിച്ച് റൊട്ടിക്കു വേണ്ടി തെരുവിലിറങ്ങിയ കുറെ സാധാരണക്കാരായ വനിതാ തൊഴിലാളികളുടെ സമരത്തിൽ തുടങ്ങി. കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്ന കാര്യമാണ്. അതെ, എങ്ങനെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റഷ്യൻ സാമ്രാജ്യം തകർന്നു വീണതെന്നും അവിടെ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ USSR, അതായത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് ജനിച്ചതെന്നുമാണ് ഇന്നത്തെ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. കാൾ മാർക്സിന്റെ സോഷ്യലിസം, തൊഴിലാളിവർഗ വിപ്ലവം എന്നീ ആശയങ്ങൾ ആദ്യമായി യാഥാർത്ഥ്യമായതെങ്ങനെയാണെന്ന് ഈ രേഖകൾ നമ്മെ കാണിച്ചു തരുന്നു. നമ്മൾ ഈ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കാം. ഈ സ്രോതസ്സുകളിൽ മുതലാളിത്തം, കമ്മ്യൂണിസം തുടങ്ങിയ രാഷ്ട്രീയ ആശയങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ ഒരു പക്ഷം പിടിക്കുന്നില്ല. അതെ, തീർച്ചയായും. ഈ ആശയങ്ങളെ പിന്തുണയ്ക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, മറിച്ച് ഈ ചരിത്രരേഖകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1812-ൽ ആർക്കും കീഴടക്കാൻ കഴിയാതിരുന്ന ഒരു രാജ്യം സ്വന്തം ജനതയുടെ മുന്നിൽ തകർന്നു വീണത് എങ്ങനെയാണെന്ന്. ഇതൊരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. ഇതൊരു വലിയ മരം ഉള്ളിൽ നിന്ന് ദ്രവിച്ചു തുടങ്ങുന്നതിനോട് ഉപമിക്കാൻ തോന്നും. ആ ഉപമ വളരെ കൃത്യമാണ്. പുറമേ നിന്നു നോക്കുമ്പോൾ വലിയ സാമ്രാജ്യമായിരുന്നു. എന്നാൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച ഒരു ഭരണകൂടത്തിന്റെ പരാജയമാണ് ശരിക്കും അവിടെ നടന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റഷ്യയുടെ കരുത്ത് ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. റോമനോവ് രാജവംശമായിരുന്നു അവിടെ ഭരണത്തിൽ. 19-ാം നൂറ്റാണ്ടിലെ ഭരണാധികാരികളുടെ, അതായത് സാർ ചക്രവർത്തിമാരുടെ ക്രൂരതയും സാമൂഹിക അസമത്വങ്ങളും കർഷകരോടുള്ള വളരെ മോശം പെരുമാറ്റവും വലിയ ജനരോഷത്തിന് കാരണമായി. ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് വിപ്ലവത്തിന്റെ വിത്തുകൾ പാകിയത്. ആ രാജാക്കന്മാരുടെ ചരിത്രം നോക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. 1825-ൽ അലക്സാണ്ടർ ഒന്നാമന്റെ മരണം ഭരണത്തിലൊരു ചെറിയ പ്രതിസന്ധി സൃഷ്ടിച്ചു, അല്ലേ? അതെ. അദ്ദേഹത്തിനു ശേഷം അധികാരത്തിൽ വന്നത് അലക്സാണ്ടർ ഒന്നാമന്റെ ഇളയ സഹോദരനായ നിക്കോളാസ് ഒന്നാമനാണ്. മുതിർന്ന സഹോദരനെ മറികടന്ന് ഇളയാൾ അധികാരത്തിൽ വന്നത് ചെറിയ വിവാദമുണ്ടാക്കി. അവിടെയാണ് ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ശരിയാ. 1825-ലെ ഈ അസ്ഥിരത മുതലെടുത്ത് ഏകദേശം 3000 സൈനികർ ഭരണഘടന ആവശ്യപ്പെട്ട് കലാപം നടത്തി. ഇവരെ ഡിസംബ്രസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ലെനിലെ പോലുള്ളവർ ഇവരെ പിന്നീട് വലിയ വീരനായകന്മാരായിട്ടാണ് കണ്ടത്. അതിനുശേഷം അലക്സാണ്ടർ രണ്ടാമൻ വരുന്നു. അദ്ദേഹം 1861-ൽ ഭൂവുടമകളുടെ അടിമത്തത്തിൽ നിന്ന് കർഷകരെ, അതായത് സെർഫുകളെ മോചിപ്പിച്ചു. അത് നല്ലൊരു കാര്യമല്ലേ? കേൾക്കുമ്പം നല്ലതാണ്. എന്നാൽ ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും ഭൂവുടമകളുടെ കടുത്ത കോപത്തിനും കാരണമായി. പരിഷ്കാരങ്ങളുടെ വേഗത വളരെ കുറഞ്ഞതിൽ പ്രതിഷേധിച്ച് 1881-ൽ വിദ്യാർത്ഥികളായ വിപ്ലവകാരികൾ അദ്ദേഹത്തെ വധിച്ചു. വാവ്! സ്വന്തം ജനങ്ങൾ തന്നെ രാജാവിനെ കൊന്നു. അതെ. തുടർന്ന് 1881-ൽ അധികാരമേറ്റ അലക്സാണ്ടർ മൂന്നാമൻ എന്താണ് ചെയ്തതെന്നോ? അദ്ദേഹം തന്റെ അപ്പുപ്പനായ നിക്കോളാസ് ഒന്നാമനെപ്പോലെ കടുത്ത ഏകാധിപത്യത്തിൽ വിശ്വസിച്ചു. അതായത് എല്ലാ പുരോഗമന നടപടികളും നിർത്തിവെച്ചു. കൃത്യം. എല്ലാ പരിഷ്കാരങ്ങളും നിർത്തി സെൻസർഷിപ്പ്, രഹസ്യ പോലീസ് എന്നിവ ഉപയോഗിച്ച് വിപ്ലവകാരികളെ ക്രൂരമായി അടിച്ചമർത്തി. മാത്രമല്ല, ജൂതന്മാർക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരികയും പോഗ്രാമുകൾ, അതായത് ജൂതന്മാർക്കെതിരായ ആസൂത്രിത അക്രമങ്ങൾ രാജ്യത്തുടനീളം അഴിച്ചുവിടുകയും ചെയ്തു. ശരിക്കും ഭയപ്പെടുത്തുന്ന അവസ്ഥ. അതിനുശേഷമാണ് 1894-ൽ അവസാനത്തെ സാറായ നിക്കോളാസ് രണ്ടാമൻ അധികാരത്തിൽ വരുന്നത്. സ്രോതസ്സുകൾ പറയുന്നത് അദ്ദേഹം അധികാരമൊഴിയാൻ വിസമ്മതിച്ച തികച്ചും കാര്യക്ഷമതയില്ലാത്ത ഭരണാധികാരിയായിരുന്നു എന്നാണ്. അതെ.
ഈ സമയത്താണ് ഗ്രിഗറി റാസ്പ്യുഡിൻ എന്ന വ്യക്തിയുടെ രംഗപ്രവേശം. ഓ, ആ പേര് കേട്ടിട്ടുണ്ട്. ഒരു റഷ്യൻ കർഷകനല്ലേ? അതെ, ഒരു കർഷകനും താൻ ഒരു ആത്മീയവാദിയാണെന്ന് അവകാശപ്പെട്ട വ്യക്തിയുമായിരുന്നു അയാൾ. നിക്കോളാസ് രണ്ടാമന്റെ ഭാര്യ അലക്സാൻഡ്രിയയുടെ മേൽ ഇയാൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. തലസ്ഥാനമായ പെട്രോഗ്രാഡിലെ ഇയാളുടെ വഴിവിട്ട ജീവിതം വലിയ അപവാദമായി മാറി. ജനങ്ങളിതൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഒടുവിൽ 1916 അവസാനത്തിൽ റഷ്യൻ പ്രഭുക്കന്മാർ ചേർന്ന് ഇയാളെ വിഷം കൊടുത്തു കൊന്നു. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ. ഭരണത്തിലെ കെടുകാര്യസ്ഥത രാജ്യത്തെ വലിയ സാമ്പത്തിക തകർച്ചയിലേക്കാണ് നയിച്ചത്. റഷ്യയുടെ കൃഷി തന്നെ വളരെ കാലഹരണപ്പെട്ടതായിരുന്നു. അതെ, ആധുനിക യന്ത്രങ്ങളൊന്നുമില്ലായിരുന്നു. പോരാത്തതിന് തണുത്ത കാലാവസ്ഥ കാരണം കാർഷിക സീസൺ വെറും 4 മുതൽ 6 മാസം വരെ മാത്രമായിരുന്നു. ഒരു വർഷം മഴ പെയ്യാതിരുന്നാൽ എല്ലാം തീർന്നു. 1891 ക്ഷാമം കർഷകരെ കടുത്ത ദാരിദ്ര്യത്തിലാക്കിയെന്ന് രേഖകൾ പറയുന്നു. ഗ്രാമങ്ങളിലെ പട്ടിണി കാരണം ആളുകൾ നഗരങ്ങളിലേക്ക് ഒഴുകി. ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നഗരങ്ങളിൽ തിരക്ക് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. തൊഴിലാളികൾക്ക് ഒഴുകുന്ന വെള്ളമോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലായിരുന്നു. മനുഷ്യവിസർജ്യങ്ങൾ കുന്നുകൂടി കിടന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇതിന്റെ കൂടെയാണ് റുസോ ജാപ്പനീസ് യുദ്ധം വരുന്നത്. 1800കളുടെ അവസാനത്തിൽ കൊറിയയുടെയും മഞ്ചൂറിയയുടെയും നിയന്ത്രണത്തിനായി സാമ്രാജ്യത്വ ശക്തികളായ റഷ്യയും ജപ്പാനും തമ്മിൽ വലിയ മത്സരം നടക്കുകയായിരുന്നു. ശരിയാ. റഷ്യ കരാറുകൾ ലംഘിച്ചതിനെ തുടർന്ന് 1904 ഫെബ്രുവരിയിൽ ജപ്പാൻ റഷ്യയെ ആക്രമിച്ചു. ഫലം എന്തായിരുന്നറിയാമോ? എന്തുപറ്റി? റഷ്യൻ നാവികസേന തകർന്നോ? അതെ, റഷ്യൻ നാവികസേനയുടെ ഭൂരിഭാഗവും തകർന്നു. റഷ്യ ദയനീയമായി പരാജയപ്പെട്ടു. ഇത് സാർ സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കി. ഈ ദാരിദ്ര്യവും നാണക്കേടും കൂടിച്ചേർന്നാണ് 1905 രക്തരൂക്ഷിതമായ ഞായറാഴ്ച, അതായത് ബ്ലഡി സൺഡേ ഉണ്ടാവുന്നത്. 1905 ജനുവരി 22 ഫാദർ ഗാപ്പോണിന്റെ നേതൃത്വത്തിൽ ഏകദേശം 2 ലക്ഷം തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വിന്റർ പാലസിലേക്ക് മാർച്ച് ചെയ്തു. അവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമായിരുന്നു. മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ, വ്യക്തിസ്വാതന്ത്ര്യം, പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു നിയമസഭ. ഇത്രേ അവർ ചോദിച്ചുള്ളൂ. പക്ഷെ നിക്കോളസ് രണ്ടാമൻ അന്ന് കൊട്ടാരത്തിലില്ലായിരുന്നു, അല്ലേ? ഇല്ലായിരുന്നു. പക്ഷെ അവിടെയുണ്ടായിരുന്ന ജനറൽമാരും പോലീസ് മേധാവികളും ചെയ്തത് ചരിത്രത്തിലെ വലിയൊരു ക്രൂരതയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ അവർ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടു. ഇതിലെ കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഒരു ചെറിയ മാറ്റത്തിന് തയ്യാറായിരുന്നെങ്കിൽ സാർ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാമായിരുന്നു. എന്നാൽ ജനങ്ങളെ കേൾക്കുന്നതിനു പകരം അവർക്ക് നേരെ വെടിയുതിർത്തത് വിപ്ലവത്തിന്റെ തീജ്വാല പടർത്തുകയാണുണ്ടായത്. കൃത്യം. ഈ സംഭവത്തെ തുടർന്ന് രാജ്യത്തുടനീളം വലിയ പണിമുടക്കുകളുണ്ടായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ റഷ്യയുടെ ആദ്യത്തെ പാർലമെന്റായ ഡ്യൂമ രൂപീകരിക്കാൻ സാർ അനുമതി നൽകി. ബ്രിട്ടനിലേതുപോലുള്ള ഒരു ഭരണഘടനാപരമായ രാജവാഴ്ച ആഗ്രഹിച്ചിരുന്ന മിതവാദികളായിരുന്നു ഇതിന്റെ നേതാക്കൾ. പക്ഷേ സാർ അവർക്ക് യഥാർത്ഥ അധികാരങ്ങൾ നൽകാൻ തയ്യാറായില്ല. ഇല്ല, എല്ലാം ഒരു പ്രഹസനമായിരുന്നു. ഒരു വശത്ത് ദാരിദ്ര്യം പടരുമ്പോൾ മറുവശത്ത് യൂറോപ്പിൽ നിന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ റഷ്യയിലേക്കൊഴുകുകയായിരുന്നു. 1864 ഒന്നാം ഇന്റർനാഷണൽ രൂപീകരിച്ചു. തുടർന്ന് 1889 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികമായ 1889 ജൂലൈ 14 പാരീസിൽ വെച്ച് രണ്ടാം ഇന്റർനാഷണൽ രൂപീകരിച്ചു. റഷ്യയിലെ തൊഴിലാളി സംഘടനകളിൽ കാൾ മാർക്സിന്റെ ആശയങ്ങൾ ശക്തമായി മാറാൻ ഇത് കാരണമായി. അതെ, 1883 ജോർജ് പ്ലെഖാനോവ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചു. പിന്നീട് ഈ പാർട്ടി സംഘടനാപരമായ കാരണങ്ങളാൽ രണ്ടായി പിളർന്നു. മെൻഷവിക്കുകളും ബോൾഷവിക്കുകളും, അല്ലേ? അതെ, മെൻഷവിക്കുകൾ എന്നാൽ ന്യൂനപക്ഷമെന്നും ബോൾഷവിക്കുകൾ എന്നാൽ ഭൂരിപക്ഷമെന്നുമാണ് അർത്ഥം. ഇതിൽ ബോൾഷവിക്കുകളുടെ നേതാവായിരുന്നു സാക്ഷാൽ വ്ളാഡിമിർ ലെനിൻ. ലെനിൻ പക്ഷെ അന്ന് റഷ്യയിലുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, വിപ്ലവത്തിനു മുമ്പ് മിക്ക സമയത്തും ലെനിൻ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ബ്രിട്ടനിലും സ്വിറ്റ്സർലൻഡിലും പ്രവാസിയായിരുന്നു.
റഷ്യയിൽ വിപ്ലവം നടന്നാൽ അത് ലോകമെമ്പാടും കമ്മ്യൂണിസം പടരാൻ കാരണമാകുമെന്ന് ഈ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ വിശ്വസിച്ചു. ഇവർക്ക് പുറമെ കർഷകരുടെ ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്തിയ സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടിയും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. ഈ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നാം ലോകമഹായുദ്ധം നടന്നില്ലായിരുന്നെങ്കിലും ഈ വിപ്ലവം സംഭവിക്കുമായിരുന്നോ? അതോ രാജ്യം യുദ്ധത്തിൽ തകർന്നടിഞ്ഞത് വിപ്ലവത്തിന് പെട്ടെന്നുള്ളൊരു കാറ്റലിസ്റ്റ് അഥവാ ഉത്തേജകമായി മാറുകയായിരുന്നോ? ഒന്നാം ലോകമഹായുദ്ധം തീർച്ചയായും വലിയൊരു ഉത്തേജകമായിരുന്നു. 1914-ൽ നിക്കോളസ് രണ്ടാമൻ റഷ്യയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. റഷ്യൻ സൈന്യത്തിന് വേണ്ടത്ര ആയുധങ്ങളോ വിമാനങ്ങളോ എന്തിന് ആശയവിനിമയത്തിന് ടെലിഫോണുകളോ പോലുമില്ലായിരുന്നു. ഷൂസുകൾ പോലുമില്ലാതെ സൈനികർ വിശന്ന് വലഞ്ഞു എന്നാണ് രേഖകൾ പറയുന്നത്. 1914-ലെ ടാനൻബർഗ് യുദ്ധത്തിൽ മാത്രം 120,000 റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്തപ്പോൾ ജർമ്മനിക്ക് നഷ്ടപ്പെട്ടത് വെറും 20,000 പേരെ മാത്രമാണ്. വലിയൊരു തോൽവി. 1915-ൽ നിക്കോളാസ് നേരിട്ട് സൈന്യത്തിന്റെ ചുമതലയേറ്റു. എന്നിട്ടും രക്ഷയുണ്ടായില്ല. 1916 ഒക്ടോബർ അവസാനത്തോടെ റഷ്യയുടെ 1.6 മുതൽ 1.8 ദശലക്ഷം സൈനികർ കൊല്ലപ്പെട്ടു. 2 ദശലക്ഷം പേർ യുദ്ധത്തടവുകാരായി, 1 ദശലക്ഷം പേരെ കാണാതായി. സൈന്യത്തിൽ കടുത്ത കലാപങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ 1917 എന്ന സുപ്രധാന വർഷത്തിലേക്ക് എത്തുന്നത്. 2 വിപ്ലവങ്ങളുടെ വർഷം. സാമ്പത്തിക തകർച്ചയും യുദ്ധത്തിലെ പരാജയവും ഒടുവിൽ ഭരണകൂടത്തെ താഴെയിറക്കി. ഫെബ്രുവരി വിപ്ലവത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അതെ. ഏഷ്യൻ കാലണ്ടർ പ്രകാരം 1917 ഫെബ്രുവരി 27-നും പുതിയ കാലണ്ടർ പ്രകാരം മാർച്ചിലുമാണ് ഇത് നടന്നത്. ഭക്ഷണക്ഷാമം കാരണം പെട്രോഗ്രാഡിലെ വനിതാ ടെക്സ്റ്റൈൽ തൊഴിലാളികൾ വലിയൊരു പണിമുടക്ക് ആരംഭിച്ചു. ഏകദേശം 2 ലക്ഷം തൊഴിലാളികൾ തെരുവിലിറങ്ങി. ശരിയാ. എന്നാൽ ഇത്തവണ ജനങ്ങൾക്ക് നേരെ വെടിവയ്ക്കാൻ സൈനികർ വിസമ്മതിക്കുകയും അവർ ജനങ്ങൾക്കൊപ്പം ചേരുകയും ചെയ്തു. അതോടെ കളി മാറി. 1917 മാർച്ച് 12-ന് തലസ്ഥാനമായ പീറ്റേഴ്സ്ബർഗ് വിപ്ലവകാരികളുടെ കൈകളിൽ വീണു. തുടർന്ന് മോസ്കോയും അവർ പിടിച്ചെടുത്തു. ഗത്യന്തരമില്ലാതെ മാർച്ച് 2-ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞു. അതോടെ 3 നൂറ്റാണ്ട് നീണ്ട റൊമനോ ഭരണം അവസാനിച്ചു. അതെ. പിന്നീട് 1 വർഷത്തിനു ശേഷം അദ്ദേഹത്തെയും കുടുംബത്തെയും വിപ്ലവകാരികൾ വധിച്ചു. ഈ സമയത്ത് ഡ്യൂമയിലെ നേതാക്കൾ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിച്ചു. അവിടെ കെറൻസ്കി ചെയ്തത് വലിയൊരു അബദ്ധമല്ലേ? വെള്ളം കയറി മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കപ്പലിലെ ദ്വാരമൊരു ചെറിയ പ്ലാസ്റ്റർ വെച്ച് അടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയല്ലേ അദ്ദേഹം പ്രവർത്തിച്ചത്? അവർ ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുടരാൻ തീരുമാനിച്ചു. സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ല. പോരാത്തതിന് ഒരു ഭരണഘടനാപരമായ രാജവാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. ഇത് ജനങ്ങളെ വീണ്ടും പ്രകോപിപ്പിച്ചു. കെറൻസ്കിയുടെ ഈ അബദ്ധങ്ങൾ ബോൾഷെവിക്കുകൾക്ക് വലിയൊരവസരമാണ് നൽകിയത്. ബോൾഷെവിക്കുകൾ റഷ്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും കരുതി ജർമ്മൻകാർ ലെനിനെ ഒരു സീൽ ചെയ്ത ട്രെയിൻ ബോഗിയിൽ 1917 ഏപ്രിലിൽ പെട്രോഗ്രാഡിൽ എത്തിച്ചു. അവിടെ നിന്നാണ് ഒക്ടോബർ വിപ്ലവം അഥവാ ബോൾഷെവിക് വിപ്ലവം ഉണ്ടാകുന്നത്. ജൂലിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 24-25 അഥവാ റഷ്യൻ കലണ്ടർ പ്രകാരം നവംബർ 7. ആയുധധാരികളായ ഫാക്ടറി തൊഴിലാളികൾ ഉൾപ്പെട്ട ബോൾഷെവിക് റെഡ് ഗാർഡുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിന്റർ പാലസ് ആക്രമിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ കെറൻസ്കിയുടെ സർക്കാർ താഴെ വീണു. സമാധാനം, സമൃദ്ധി, വികസനം എന്ന മുദ്രാവാക്യവുമായി ലെനിൻ സൈനികരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും അതായത് സോവിയറ്റുകളുടെ നേരിട്ടുള്ള ഭരണം പ്രഖ്യാപിച്ചു. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യം ജനിച്ചു. പക്ഷേ അധികാരം പിടിച്ചെടുക്കുന്നത് എളുപ്പമായിരുന്നെന്നാൽ അത് നിലനിർത്താനും രാജ്യം കെട്ടിപ്പടുക്കാനും ലെനിനും ബോൾഷെവിക്കുകൾക്കും വലിയ വില കൊടുക്കേണ്ടി വന്നു അല്ലേ? ആദ്യം തന്നെ കൃഷിഭൂമി കർഷകർക്കും ഫാക്ടറികൾ തൊഴിലാളികൾക്കും അവർ വിതരണം ചെയ്തു. അതെ. യുദ്ധം അവസാനിപ്പിക്കാൻ 1918 മാർച്ചിൽ ജർമ്മനിയുമായി ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി ഒപ്പുവെച്ചു. എന്നാൽ ഈ സമാധാന കരാർ റഷ്യയ്ക്ക് വലിയ നഷ്ടമാണുണ്ടാക്കിയത്. റഷ്യയ്ക്ക് 1 ദശലക്ഷം ചതുരശ്ര മൈൽ പ്രദേശവും ജനസംഖ്യയുടെ 1/3 അതായത് ഏകദേശം 55 ദശലക്ഷം ആളുകളെയും നഷ്ടപ്പെട്ടു. അവിശ്വസനീയമാണ്. കൽക്കരി, എണ്ണ, ഇരുമ്പ് എന്നിവയുടെ ഭൂരിഭാഗവും നഷ്ടമായി. ഉക്രൈൻ, ജോർജിയ, ഫിൻലാൻഡ്
എന്നിവയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കേണ്ടി വന്നു. പോളണ്ട്, ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ എന്നിവ ജർമ്മനിക്കും ഓസ്ട്രിയ ഹംഗറിക്കും നൽകി. തുർക്കിക്കും എന്തൊക്കെയോ നൽകിയില്ലേ? അതെ, കാർസ്, അർദഹാൻ, ബറ്റും എന്നിവ തുർക്കിക്ക് നൽകി. ഇത് റഷ്യക്കാർക്കിടയിൽ വലിയ കോപമുണ്ടാക്കി. ഈ ഉടമ്പടിയും മറ്റു പ്രശ്നങ്ങളും റഷ്യൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. 1917 മുതൽ 1923 വരെ നീണ്ട യുദ്ധം. ലെനിന്റെ റെഡ് ആർമിയും രാജാവിനെ അനുകൂലിക്കുന്നവരും മുതലാളിമാരും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളും അടങ്ങിയ വൈറ്റ് ആർമിയും തമ്മിലായിരുന്നു യുദ്ധം. വൈറ്റ് ആർമിക്ക് ഫ്രാൻസ്, UK, USA, ജപ്പാൻ എന്നിവയുടെ വലിയ പിന്തുണയുണ്ടായിരുന്നു. എങ്കിലും ആഭ്യന്തര പിന്തുണയുണ്ടായിരുന്ന റെഡ് ആർമി 1923 വിജയിച്ചു. ഇതിനിടയിൽ 1918 ജൂലൈ 16 റോമനോവ് കുടുംബത്തെ ബോൾഷെവിക്കുകൾ വധിച്ചു. എന്നാൽ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം റഷ്യയുടെ സാമ്പത്തിക നില വളരെ പരിതാപകരമായിരുന്നു. സാമ്പത്തിക തകർച്ച നേരിടാൻ ലെനിൻ പുതിയ സാമ്പത്തിക നയം അഥവാ NEP കൊണ്ടുവന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് മാറി ചെറിയ തോതിലുള്ള മുതലാളിത്തം തന്നെ അദ്ദേഹത്തിന് അനുവദിക്കേണ്ടി വന്നു. കർഷകർക്ക് അധികമുള്ള വിളകൾ വിൽക്കാൻ അനുമതി നൽകി. ശരിക്കും എന്താ പറയാ, അതൊരു വലിയ വിരോധാഭാസമാണ്. തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി വന്ന ലെനിനു പോലും രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച കണ്ടപ്പോൾ സ്വന്തം ആശയങ്ങൾ മാറ്റിവെച്ച് മുതലാളിത്തം നടപ്പിലാക്കേണ്ടി വന്നു. അതെ, പിന്നീട് ദേശീയതയെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്വയംഭരണ റിപ്പബ്ലിക്കുകൾ രൂപീകരിച്ചു. 1922 രാജ്യത്തിന് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്, അതായത് USSR എന്ന് പേരിട്ടു. തലസ്ഥാനം മോസ്കോയായി. ബോൾഷെവിക്കുകൾ തങ്ങളുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നു മാറ്റി. 1924 പുതിയ ഭരണഘടന വന്നു. 1928 ഉൽപ്പാദനം ഒന്നാം ലോക മഹായുദ്ധത്തിനു മുമ്പുള്ള അവസ്ഥയിലെത്തി. ഇതിനെല്ലാം ശേഷം രംഗത്തേക്ക് വരുന്ന ഒരാളുണ്ട്, ജോസഫ് സ്റ്റാലിൻ. 1917 ഒക്ടോബർ വിപ്ലവത്തിൽ ഒരു ചെറിയ പങ്ക് മാത്രമുണ്ടായിരുന്ന ബോൾഷെവിക് നേതാവായിരുന്നു ഇദ്ദേഹം. ലെനിൻ അദ്ദേഹത്തെ കമ്മിസാർ ഓഫ് നാഷണാലിറ്റീസ് ആക്കി. 1924 ലെനിന്റെ മരണശേഷം സ്റ്റാലിൻ USSRന്റെ നേതാവായി മാറി. അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ചുരുക്കത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഏകാധിപത്യ രാജവംശത്തിന്റെ പതനം മുതൽ ചോരപ്പുഴകൾ താണ്ടി ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ ഉദയം വരെയുള്ള സംഭവബഹുലമായ ചരിത്രമാണ് ഈ രേഖകളിലൂടെ നമ്മൾ കണ്ടത്. ഇതൊരു സാധാരണ ഭരണമാറ്റമായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ ലോകചരിത്രത്തെ തന്നെ മാറ്റിയെഴുതിയ ഒരു വലിയ ഭൂകമ്പമായിരുന്നു. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള അന്വേഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ നിർത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ തരാം. 1825 അലക്സാണ്ടർ ഒന്നാമന് ശേഷം നിക്കോളാസ് ഒന്നാമന് പകരം കുറച്ചുകൂടി പുരോഗമന ചിന്താഗതിയുള്ള മറ്റൊരാളാണ് റഷ്യയുടെ അധികാരത്തിൽ വന്നിരുന്നതെങ്കിലോ? അതൊരു നല്ല ചോദ്യമാണ്. അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ തകർത്തുകളഞ്ഞ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ വിട്ടുനിന്നിരുന്നെങ്കിലോ? ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നില്ലേ? ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ നമ്മുടെ പരിശോധന നമ്മൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. വീണ്ടും കാണാം.